ഇന്ന് 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 അല്ല അത് നമ്മൾ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. നമുക്ക് ഇത് അവരെ പിടിക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നിയമത്തിൽ പിടിച്ച് മയക്കുവെടി വെച്ചോ കൂട് വെച്ചോ കുങ്കിയാനി ഉപയോഗിച്ചോ ഇന്ന് ലഭ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപാധികളും ഉപയോഗിച്ചുകൊണ്ട് ഇവയെ പിടികൂടാനുള്ള ശ്രമം. ഇപ്പം മലപ്പുറം കരളായി തന്നെ ഇപ്പോൾ 10 ദിവസമായില്ലേ അന്വേഷണ പരിശോധന. ആ പരിശോധനയ്ക്ക് ഒരു കുറവും വരുത്തുന്നില്ലല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഫലപ്രദമായി പ്രവർത്തിക്കുക എന്ന ഉത്തരവാദിത്തമാണ് മന്ത്രിക്കുള്ളത്. ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് മന്ത്രിയുടെയും വനം വകുപ്പിൻ്റെയും മാത്രം പരിധിയിൽ നിൽക്കുന്നൊരു കാര്യമല്ല എന്ന വസ്തുത കൂടി അംഗീകരിച്ചുകൊണ്ട് പോയാലേ നമുക്ക് ഒറ്റക്കെട്ടായി ഈ പ്രശ്നത്തെ നേരിടാൻ വേണ്ടി കഴിയുള്ളൂ. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഈ കാട്ടുപന്നികളെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനെ സംസ്കരിക്കുന്നത് മണ്ണെണ്ണ ഒഴിച്ചാണ്. അതിപ്പോഴത്തെ നിയമം അതാണ്. ആ നിയമം മറികടന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള വഴി നമ്മൾ കാണണം. അവിടെ ഒരാളൊരു പരാതി നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന് കൊടുത്താൽ ആ പരാതി പിറ്റേ ദിവസം അന്വേഷിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചാൽ മാത്രമേ ഉദ്യോഗസ്ഥന്മാർക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ അങ്ങോട്ട് നോക്കേണ്ടതില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതൊരു ഉത്തരവായി സ്വീകരിച്ചാൽ തന്നെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന നടപടിക്ക് എതിരെ ഇത്തരം നടപടി അവഗണിക്കുന്ന ഈ കൊന്നു തിന്നുന്ന നടപടിക്കെതിരെ കണ്ണടച്ചാൽ ഉണ്ടാകുന്ന നിയമപരമായ ശിക്ഷാ നടപടികളിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിലപാട് കൂടി നമുക്ക് അതെല്ലാം ചർച്ച ചെയ്ത് വരികയാണ്. മുഖ്യമന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട്. ആ നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ചർച്ചകൾ വളരെ സ്പീഡിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് കുറിച്ചാണ് അദ്ദേഹം ചർച്ച നടത്തുന്നത്. അപ്പോൾ നിയമനിർമ്മാണം വേണ്ടി വരും. മനുഷ്യ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മൃഗങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നത് വനനിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നോ. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവരുമായി ചർച്ച ചെയ്ത് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ അവർ 100% ഒരുക്കമാണ്. പക്ഷേ അവരെ ആര് സംരക്ഷിക്കുമെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് തന്നെ അതറിയാം. അദ്ദേഹം അത് സംസാരിച്ചിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് നിയമപരമായും അല്ലാതെയും ചെയ്യാൻ കഴിയുക എന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഫലപ്രദമായ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ചർച്ച നടത്തുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ശുഭപ്രതീക്ഷയല്ലാതെ നമുക്ക് അതേസമയത്ത് മരണം സംഭവിച്ചവർക്ക് നാശനഷ്ടം സംഭവിച്ചവർക്ക് ഇപ്പം നിങ്ങൾ നോക്കണം, അതിനുള്ള കാലതാമസം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. വനം വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ സംഭവ സ്ഥലത്ത് എത്തുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ ഒരു 1.5 കൊല്ലം മുമ്പേ അനുഭവപ്പെട്ട കാലതാമസം ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു പ്രകടമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും മറ്റൊന്ന് മരണനിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നും നമുക്ക് സന്തോഷിക്കാനൊന്നും പറയുന്നില്ല. നാശനഷ്ടം ഒരു മരണമായാലും എന്തായാലും സന്തോഷിക്കാൻ വരുന്ന നമ്മൾ സ്വീകരിക്കുന്ന നടപടികൾക്ക് പ്രയോജനം ലഭിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നൊരു സൂചനയുണ്ട്. അത്രയും ഞാൻ പറയുന്നു. ആരോട്? ഭരണപക്ഷ MLA വനംമൃഗം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നില്ലല്ലോ. അത് വന്യമൃഗശല്യമായിട്ട് ബന്ധപ്പെട്ടതല്ല. വന്യമൃഗം ആക്രമിക്കുകയോ അവിടെ വന്യമൃഗം മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ വന്യമൃഗം വന്ന് മനുഷ്യനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടല്ല അവിടെ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വനം വകുപ്പിനെതിരെയല്ല. അവിടുത്തെ പ്രാദേശിക ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുള്ളതാണ്. അത് എല്ലാവരുടെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അവിടുത്തെ MLA മാർക്ക് ആ പ്രശ്നത്തിനോടൊപ്പം നിന്ന് പരിഹാരം കാണേണ്ടി വരും. അങ്ങനെ നിന്നതാണ്. മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ.